22 ലക്ഷത്തിൻ്റെ കിയ സെൽട്ടോസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ വണ്ടിയാണിത്. ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് കൊടുത്തത് ഈ വണ്ടിയിലായിരുന്നു. എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലുള്ള സേവ്യർ ചേട്ടൻ്റെയാണ് ഈ വണ്ടി. അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആ സംശയങ്ങളൊക്കെ ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു വ്ളോഗിൽ കൃത്യമായിട്ട് പറയുന്നുള്ളത്. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറയുണ്ട്. ഇതാ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? മിററിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ക്യാമറയൊക്കെ വന്നിരിക്കുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഒക്കെ വളരെ എളുപ്പമാണ്. ഇനി സാധാരണക്കാർക്ക് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എത്രയുണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പലരും ബുദ്ധിമുട്ടാറുണ്ട്. അതിനൊരു പ്രത്യേക സംവിധാനം ഈ സെൽട്ടോസിലുണ്ട്. നിങ്ങളൊരു ഗ്ലാസ് പോലെയുള്ള ഭാഗം മുമ്പിൽ കണ്ടില്ലേ? ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു ഭാഗം നിങ്ങളിനി ശ്രദ്ധിക്കൂ കേട്ടോ. ഡ്രൈവർ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും എവിടെയാണ് വണ്ടിയുടെ ഫ്രണ്ട് ഉള്ളത് എന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കണ്ടില്ലേ? ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും വണ്ടിയുടെ ഫ്രണ്ട് എവിടെയുണ്ട് എന്ന്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇപ്പോൾ 0 km/h എന്നാണ് കാണിക്കുന്നുള്ളത്. ഈ ഗ്ലാസിൻ്റെ സെൻട്രലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ ആയിരിക്കും വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടാവുക. അതായത് ബോണറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് ഇത് ഉപകാരപ്പെടുക. ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ എത്ര km/h സ്പീഡിലാണുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇതിനകത്ത് കാണാം. ഒരു വൈറ്റ് കളറിൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇത് നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ തൊട്ട് മുമ്പിലുള്ള ഒബ്ജക്റ്റിനെ തട്ടുമോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് ആക്ച്വലി മറ്റുള്ള വണ്ടികളിലൊന്നും സാധാരണ കാണാറില്ല. കിയ സെൽട്ടോസിലാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊക്കാനും താഴ്ത്താനും പറ്റും. കണ്ടില്ലേ? ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ന്നു വരികയും ചെയ്യും. പതിയെ സ്ക്രീൻ മുകളിലോട്ട് പൊങ്ങി വരുന്നത് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ കിയ സെൽട്ടോസിൽ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. GPS-ൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ട്രെയിറ്റ് നോക്കി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് മോഡുകൾ കാണാം. പാർക്കിംഗ് മോഡുണ്ട്, റിവേഴ്സ് മോഡുണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് മോഡുണ്ട്. അതിൽ തന്നെ മാനുവൽ മോഡുകളും ഉണ്ട്. പ്ലസ് മൈനസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് അടക്കമുണ്ട് കേട്ടോ. കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ? സേവ്യറേട്ടൻ ഇതായിപ്പോൾ വണ്ടിയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. കറക്റ്റ് ബോണറ്റിൻ്റെ അടുപ്പിച്ചാണ് നിന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി ആ km/h എന്ന് എഴുതിയ ആ ഒരു ഭാഗം നോക്കി, അത് മൂപ്പര് ടച്ച് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. അതായത് ബോണറ്റിൻ്റെ എൻഡിലാണ് മൂപ്പര് നിന്നിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു സ്ക്രീന് പൊങ്ങി വരുന്നത്. 360 ഡിഗ്രി ക്യാമറ വണ്ടിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ? വണ്ടി ഇപ്പോൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ വണ്ടി വെച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് തന്നെ നമുക്ക് ക്യാമറയിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസിലാണ് എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇനി നിങ്ങൾ നോക്കുക, ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലും ഒരു ക്യാമറ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റുള്ള വണ്ടികളിൽ സാധാരണ കാണാറില്ല. അപ്പോൾ നമുക്ക് അത് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ ഇത് വണ്ടിയുടെ കീ ഫോബാണ്. കീ ഫോബ് നോക്കി നിങ്ങൾ ഇതുപോലെയാണ് കിയ സെൽട്ടോസിൻ്റെ കീ ഫോബ് വന്നിരിക്കുന്നത്. നോക്കി, ഇതിനകത്ത് ഡിഫറെൻറ്റ് ബട്ടണൊക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ? ഇതുപോലെയാണ് കീ ഫോബ് ഉള്ളത്. ഇനി ഈ ഒരു ഗിയർ മാറ്റുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ വർക്ക് ചെയ്യും. ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ് വണ്ടി ഉള്ളത്. നോക്കുക നിങ്ങൾ, ഇപ്പോൾ ക്യാമറ ഓൺ ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിംഗ് മോഡിൽ നിന്ന് ജസ്റ്റ് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ റിവേഴ്സ് ആയിട്ടുണ്ട്. റിവേഴ്സ് ആകുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. വണ്ടിയുടെ ബാക്ക് ഭാഗം കാണാം. പിന്നീട് അടുത്തത് ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ ന്യൂട്രലിലേക്ക് ആക്കാം. പിന്നീട് ഡ്രൈവ് മോഡിലേക്ക് നമ്മൾക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഓരോ മോഡിലേക്കും മാറ്റുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ഓൺ ആയിട്ട് നമുക്കിതാ സ്ക്രീനിൽ കാണാൻ വേണ്ടി കഴിയും. കണ്ടില്ലേ? ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കിയ സെൽട്ടോസ് നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇത് ഡ്രൈവ് മോഡിലാണുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഡ്രൈവ് മോഡിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും അല്ലേ?
ഇവിടുന്ന് ഇപ്പോൾ യു ടേൺ ആണ് എടുക്കാൻ പോകുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സമയത്ത് ഇതാ കൃത്യമായിട്ട് പിന്നെ 360 ഡിഗ്രി വ്യൂ ഉണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ റൈറ്റ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ ക്യാമറയുടെ വിഷനൊക്കെ ഇതാ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനകത്താണുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഇൻഡിക്കേറ്റർ റൈറ്റ് അല്ല ലെഫ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഈ ഒരു വണ്ടിയിലുള്ള പ്രത്യേകതയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും ഉണ്ട്. ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ ഇതാ നമ്മൾ വണ്ടി വെച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ചകൾ കാണാം. അതേപോലെ തന്നെ ഒരു അടിപൊളി സൺറൂഫൊക്കെ ഈ വണ്ടിക്കുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കൺട്രോളിങ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്രയൊക്കെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വളരെ ഈസിയാണ് കിയ സെൽറ്റോസ്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിയിലാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ പുതിയ വണ്ടിയിൽ അല്ലെങ്കിൽ ലക്ഷറി ആയ വണ്ടിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളിലൊക്കെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ ചേട്ടനിപ്പോൾ ഡ്രൈവിങ് ഇതിൽ നല്ല രീതിയിൽ പഠിച്ചു. ഇനിയിപ്പോൾ ഇതാ ഈ വണ്ടി ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൂളായിട്ട് സേവ്യറായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ കാണുക. ഇപ്പോൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതാ ക്യാമറയിലൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കിയാൽ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു യെല്ലോ ലൈൻസ് കണ്ടില്ലേ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ എങ്ങനെയാണ് തിരിയുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വണ്ടി എടുക്കാം. നോക്കി ക്ലിയർ ആയിട്ട് ഇതിലൂടെ കാണുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഇങ്ങനെ ക്യാമറയിലൂടെയൊക്കെ കാണുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പണിമുടക്കാം. അങ്ങനെ പണിമുടക്കി കഴിഞ്ഞാലും നമുക്ക് സാധാരണ മിറർ നോക്കിക്കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് കൂടാതെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഇപ്പോൾ ഇതാ സേവ്യറേട്ടൻ വളരെ വൃത്തിയിൽ ഇതാ യു ടേൺ എടുത്തു. യു ടേൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് സമയം ക്യാമറ ഇങ്ങനെ ഓണിൽ തന്നെ ഉണ്ടാവും. കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓഫ് ആവുകയും ചെയ്യും. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ക്യാമറ ഓണിൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ്. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ ക്യാമറ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് പിന്നെ കിയ സെൽറ്റോസിനകത്തുള്ളത്. സേവ്യറേട്ടൻ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. ഈ നമ്പറിൽ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ചെറിയ ഇടവഴിയിലൂടെ പോകുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് വെച്ച സമയത്ത് കണ്ടില്ലേ നിങ്ങൾ, ഇതേപോലെ സ്ക്രീനിലൂടെ കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അപ്പോൾ നല്ല വിലയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നോക്കി കണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.